നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആദ്യം ഒപ്പീനിയൻ പോളുകൾ, പിന്നെ എക്സിറ്റ് പോളുകൾ. ഒപ്പീനിയൻ പോളുകൾ ഒപ്പത്തിനൊപ്പമായിരുന്നു UDFനും LDFനും. എന്നാൽ എക്സിറ്റ് പോളുകൾ എക്സാറ്റ് പോളുകളാകുമോ എന്ന ഭയം LDF ക്യാമ്പിൽ. UDFന് 100 സീറ്റുകൾ വരെയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. എന്നാൽ മറുവശത്ത് ഇന്നലെ പുറത്തുവന്ന 2 എക്സിറ്റ് പോളുകൾ, ഒന്ന് ടുഡേയ്സ് ചാണക്യയുടേതും മറ്റൊന്ന് പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെയും, ഭരണം UDF തന്നെ നേടുമെന്ന് ഈ 2 എക്സിറ്റ് പോളുകൾ പറയുന്നു. എന്നാൽ മറ്റൊരു ഭീതി അവരുടെ പ്രവചനങ്ങളിലുണ്ട്. UDFന് മേൽക്കൈ കിട്ടുന്നു, LDFന് സീറ്റുകളുടെ എണ്ണം വളരെയേറെ കുറയുന്നു. മറുവശത്ത് BJP 10 മുതൽ 14 സീറ്റുകൾ വരെ നേടും എന്ന പ്രവചനം. തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ ഇപ്പോൾ വലിയ ഒരുക്കങ്ങളാണ്. ഒരു തൂക്ക് മന്ത്രിസഭയാണ് BJP പ്രതീക്ഷിക്കുന്നത്. BJPക്ക് 10 വരെ സീറ്റുകൾ അവർ കണക്കുകൂട്ടുന്നു. UDFന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം. LDFന് സീറ്റുകളുടെ എണ്ണം വളരെയേറെ കുറയുന്നു. അത്തരമൊരു ഘട്ടത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന 10 സീറ്റുകൾ ഉപയോഗിച്ച് എന്തൊക്കെ തന്ത്രങ്ങൾ അണിയറയിൽ ആവിഷ്കരിക്കാം എന്നാണ് NDA ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. കേന്ദ്ര IB നൽകിയ റിപ്പോർട്ടിലും സ്ഥിതി സമാനമാണ്. UDFന് ഭരണസാധ്യതയേറെയുണ്ട് കേരളത്തിൽ. എന്നാൽ BJPക്ക് 10 സീറ്റുകൾ വരെ ലഭിക്കാൻ ഇടവരുമെന്നാണ് അവർ നൽകുന്ന സൂചനകളും. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം വെച്ച് ഇത് അസംഭ്യമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ പലപ്പോഴും BJP ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കേരളത്തിലെ BJPക്ക് ഇക്കുറി ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 2031 തെരഞ്ഞെടുപ്പിലും വലിയ പരീക്ഷണം നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റുന്ന വമ്പൻ അട്ടിമറി നടക്കുമെന്ന് പ്രവചിക്കുകയാണ് പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA സഖ്യം 10 മുതൽ 14 സീറ്റുകൾ വരെ നേടുമെന്നാണ് അവരുടെ പ്രവചനം. ടുഡേയ്സ് ചാണക്യയും സമാനമായ പ്രവചനം നടത്തുന്നു. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടിറങ്ങിയ LDFന് കനത്ത തിരിച്ചടി കിട്ടുമെന്നും ഈ പ്രവചനത്തിലുണ്ട്. സംസ്ഥാനത്ത് UDF 66 മുതൽ 76 സീറ്റുകൾ വരെ നേടി നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്തുമെന്നാണ് അവരുടെ പ്രവചനം. എന്നാൽ ഭരണകക്ഷിയായ LDF 58 മുതൽ 68 സീറ്റുകളിലേക്ക് ഒതുങ്ങും. ഇവിടെയാണ് BJPക്ക് ലടുപൊട്ടുന്നത്. UDFന് 68 സീറ്റ്, മറുവശത്ത് ഒരുപക്ഷെ LDFന് 60-നും 65-നും ഇടയിൽ. ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന 10 സീറ്റുകളുടെ ഭൂരിപക്ഷം അത് കേരളത്തിൽ വലിയ ചലനങ്ങൾക്ക് കാരണമാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. 5 സീറ്റുകളിൽ കൂടുതൽ എത്ര കിട്ടിയാലും കേരളത്തിൽ അത് വലിയ ചലനമുണ്ടാക്കും എന്ന് BJP കേന്ദ്രങ്ങൾക്കറിയാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പ്രകടമായ പല ചലനങ്ങളും പല ജില്ലകളിലും കാഴ്ചവെക്കാൻ അന്ന് NDA മുന്നണിക്ക് കഴിഞ്ഞിരുന്നു. തലസ്ഥാന നഗരസഭ വിളിച്ചുകൊണ്ട് BJP മറ്റു രാഷ്ട്രീയ കക്ഷികളെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിച്ചു. സമാനമായ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവർ അത്ഭുതം പ്രതീക്ഷിക്കുന്നു. വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെ കണ്ടെത്തൽ. മറുവശത്ത് കാട്ടാക്കട BJPക്ക് അനുകൂലമായി നിൽക്കുന്നു. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങി 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇക്കുറി താമര വിരിയും എന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെ പ്രവചനം. ഒരു കാര്യം വ്യക്തമാണ്, കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഇക്കുറി നടന്നത് ശക്തമായ ത്രികോണപ്പോര്. വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ് BJPയെ തുണയ്ക്കുമെന്നാണ് ടുഡേയ്സ് ചാണക്യയുടെയും പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പുതിയ വോട്ടർമാർ കൂടുതൽ BJPയോട് ചായ്വ് പ്രകടമാക്കുന്നു. UDFിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ സ്വാധീനം തന്നെയാണ് തെക്കൻ ജില്ലകളിൽ പൊതുവെ BJPയോട് ഒരു അനുകൂല മനോഭാവം വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കാൻ ഇടവരുത്തിയത് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. ചുരുക്കത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചിലരുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം ജില്ലയിൽ BJP അക്കൗണ്ട് തുറക്കുക മാത്രമല്ല നിർണായക ശക്തിയായി വളരുകയും ചെയ്യും. മറുവശത്ത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലും BJP വിജയമുറപ്പിക്കുന്നുവെന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ ഫലം. അവിടെ NDA 37.12% വോട്ട് നേടി ഒന്നാമതെത്തും. LDF 33.24%, UDF 20.29% വോട്ടിലേക്ക് ഒതുങ്ങും. കോഴിക്കോട് സൗത്തിലും BJP വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്ന് ഈ സർവേ ഫലം പറയുന്നു. അവിടെ UDF ജയിക്കുമെങ്കിലും NDA 31.67% വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തും. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും കാസർഗോഡും BJP അതിശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്.
മഞ്ചേശ്വരത്ത് UDFന് അനുകൂലമാണെങ്കിലും 35.16% വോട്ട് നേടി NDA തൊട്ടു പിന്നാലെയുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ UDF 34.87%, BJP 34.25%. നേരിയ വോട്ട് വ്യത്യാസം മാത്രമേ ആ രണ്ട് മണ്ഡലങ്ങളിലുമുള്ളൂ. ഇത്തരം മണ്ഡലങ്ങളിൽ വലിയ അട്ടിമറിയാണ് ഇവർ പ്രവചിക്കുന്നത്. മറ്റ് ഏജൻസികളുടെ പ്രവചനത്തിൽ എറണാകുളം, കോട്ടയം ജില്ലകളടങ്ങുന്ന മധ്യ തിരുവിതാംകൂറിൽ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കില്ല എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ടുഡേയ്സ് ചാണക്യയും പീപ്പിൾസ് ഇൻസൈറ്റും പറയുന്നത് മധ്യ കേരളത്തിൽ BJP വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്ന്. ചുരുക്കത്തിൽ 2020 ബാന്ധവത്തിലൂടെ മധ്യ കേരളത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ NDAക്ക് കഴിയും എന്ന പ്രവചനങ്ങളും പുറത്തുവരുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ UDF വിജയിക്കുമെങ്കിലും NDA 23.94% വോട്ട് വിഹിതം സ്വന്തമാക്കും. ഇരിങ്ങാലക്കുടയിൽ NDA 26.35% വോട്ട് വിഹിതം നേടും. പാലക്കാട് മണ്ഡലത്തിൽ UDFും NDAയും തമ്മിൽ കടുത്ത പോരാട്ടം. UDF 35.22% വോട്ട് നേടുമ്പോൾ തൊട്ടടുത്ത് 34.76% വോട്ട് NDAക്ക്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ഷൊർണൂർ എന്നിവിടങ്ങളിലും BJP 27% വോട്ട് വിഹിതം രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ഇടത് വലത് മുന്നണികളുടെ ഉറച്ച സീറ്റുകളിൽ പലതിലും BJP വലിയ പ്രകടനം കാഴ്ചവെച്ചുവെന്നും അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിലെ വിജയം ആർക്കനുകൂലമാകുമെന്ന് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നുമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചു. LDFന് പല സിറ്റിംഗ് സീറ്റുകളും കൈമോശം വരും. അമ്പലപ്പുഴ, ആറന്മുള തുടങ്ങിയ മണ്ഡലങ്ങൾ LDFന് നഷ്ടപ്പെടുമെന്നും UDF തിരിച്ചുപിടിക്കുമെന്നുമാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചനം. കോതമംഗലത്തും പേരാമ്പ്രയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. പേരാമ്പ്രയിൽ UDF 42.25%, LDF 42.12% വോട്ട് നേടും. എന്നാൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന് ഭയപ്പെടാനില്ല എന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നു. 49.8% വോട്ട് നേടി ആധിപത്യം തുടരും. അവിടെയും NDA 16.43% വോട്ട് നേടും. കേരളത്തിൽ ഭരണം പിടിക്കും UDF എന്ന പ്രതീക്ഷ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പങ്കിടുന്നുണ്ട്. എന്നാൽ രണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു സംശയം മലയാളികൾക്കുണ്ട്. BJP ശക്തമായ മുന്നേറ്റം ഏകദേശം 20ഓളം മണ്ഡലങ്ങളിൽ നടത്തും. അതിൽ 10ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് വിജയസാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാകുമോ എന്ന സംശയം. അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ UDF കേരളത്തിൽ തരംഗം തീർക്കുമെന്നാണ് പൊതുവെ ജനാധിപത്യ വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നത്. പീപ്പിൾസ് ഇൻസൈറ്റ് ഏജൻസി മാത്രമാണ് BJPക്ക് ഇത്രയും വലിയ വിജയസാധ്യത കൽപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയം. എക്സിറ്റ് പോളുകളൊക്കെ BJPക്ക് പരമാവധി 3 മുതൽ 4 സീറ്റുകൾ വരെയായിരുന്നു പ്രവചിച്ചത്. താഴെത്തട്ടിലെ വോട്ടിംഗ് രീതിയിൽ വലിയ മാറ്റം വന്നു. പുതിയ വോട്ടർമാർ BJPക്ക് അനുകൂലമായി എന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് അടിവരയിട്ട് പറയുന്നു. ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഒരു ദിവസം മുൻപ് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. UDF 69 സീറ്റുകൾ, ഒരുപക്ഷെ 9 സീറ്റുകൾ വരെ കൂടാനോ കുറയാനോ സാധ്യത. LDF 64 സീറ്റുകൾ, 9 സീറ്റുകൾ വരെ കൂടാനോ കുറയാനോ സാധ്യത. NDAക്ക് അവർ 7 സീറ്റുകളാണ് ഉറപ്പിച്ചത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയും ടുഡേയ്സ് ചാണക്യ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ ടുഡേയ്സ് ചാണക്യ നമ്മൾ പരിശോധിക്കുമ്പോൾ UDFന് 60 മുതൽ 78 സീറ്റുകൾ വരെയും LDFന് 55 മുതൽ 73 സീറ്റുകൾ വരെയും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. NDAക്ക് 3 മുതൽ 11 വരെ സീറ്റുകൾ വിജയിച്ചേക്കാം എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂനപക്ഷ വോട്ടർമാരുടെ ഏകീകരണമാണ് UDFന് കേരളത്തിൽ തുണയാകുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളിൽ 53%, മുസ്ലിം വോട്ടുകളിൽ 62% UDFന് ലഭിക്കും എന്നാണ് കണക്കുകൂട്ടൽ. പട്ടികജാതി വോട്ടുകളിൽ 31%, നായർ വോട്ടുകളിൽ 32%, ഈഴവ വോട്ടുകളിൽ 20% UDFന് ലഭിച്ചേക്കും എന്ന് ടുഡേയ്സ് ചാണക്യ. എന്നാൽ LDFനെ സംബന്ധിച്ച് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 49%, ഈഴവ വിഭാഗത്തിൽ നിന്ന് 47% വോട്ടുകൾ ലഭിക്കും എന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് നായർ വിഭാഗത്തിൽ നിന്ന് 39%, ഈഴവ വിഭാഗത്തിൽ നിന്ന് 32%, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 18% വോട്ടുകളും ലഭിക്കുമെന്നായിരുന്നു ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം.
എന്നാൽ NDAക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 11% വോട്ട് ലഭിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വെറും 4% വോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നും സർവേ പ്രവചിച്ചിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുകയാണ് മുന്നണികൾക്ക്. എക്സാറ്റ് പോളിനായി ഇനി 2 ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി. ഇതുവരെ പുറത്തു വന്നത് ചെറുതും വലുതുമായ 24ഓളം എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 2 മാത്രമാണ് ഇടതുമുന്നണിക്ക് നേരിയ പ്രതീക്ഷയെങ്കിലും നൽകുന്നത്. ഭൂരിപക്ഷവും UDFിനെ അനുകൂലിക്കുന്നു. 2021 സമാനമായിരുന്നു സാഹചര്യം. 22 എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്ന് പുറത്തിറങ്ങി. 2021 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബഹുഭൂരിപക്ഷവും അന്ന് LDF തുടർഭരണം നടത്തുമെന്ന് പ്രവചിച്ചിരുന്നു. 3 സർവേകൾ UDFിന് ഉജ്ജ്വല വിജയമാണ് അന്ന് പ്രവചിച്ചത്. BJPക്ക് 5 വരെയാണ് ചില സർവേകളിൽ പ്രവചിക്കപ്പെട്ടത്. അന്ന് 104 മുതൽ 120 സീറ്റുകൾ വരെ LDF നേടുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ പ്രവചിച്ചിരുന്നു. ന്യൂസ് 24 ടുഡേയ്സ് ചാണക്യ അന്ന് പ്രവചിച്ചത് LDFിന് 93 മുതൽ 111 സീറ്റുകൾ വരെയാണ്. മാതൃഭൂമി ന്യൂസ് ആക്സിസ് മൈ ഇന്ത്യ അന്ന് പ്രവചിച്ചത് LDFിന് 104 മുതൽ 120 വരെ സീറ്റുകൾ. അന്ന് യാഥാർത്ഥ്യബോധമുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നത് ടുഡേയ്സ് ചാണക്യയുടേതായിരുന്നു. 93 മുതൽ 111 വരെ എന്ന പ്രവചനത്തിൽ 99 സീറ്റുകളിൽ LDF വിജയിക്കുന്നു. കേരളത്തിൽ തൂക്കുസഭ വരുമെന്നായിരുന്നു അന്ന് പുറത്തുവിറങ്ങിയ ചില സർവേ ഫലങ്ങൾ. മനോരമ ന്യൂസിൻ്റെ സർവേ പ്രകാരം LDFിന് 68 മുതൽ 78 വരെ സീറ്റുകൾ ലഭിക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പ്രവചനം. UDFിന് 59 മുതൽ 70 വരെയും അവർ പ്രവചിച്ചു. LDFിന് തുടർഭരണം ഉറപ്പാക്കുന്ന നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്ന് പുറത്തു വന്നു. റിപ്പബ്ലിക് TV CNX 72 മുതൽ 80 വരെ പറഞ്ഞു. ABP ന്യൂസ് സി വോട്ടർ 71 മുതൽ 77 വരെ പറഞ്ഞു. ടൈംസ് നൗ സി വോട്ടർ 74. കൈരളി ന്യൂസ് അന്ന് LDFിന് പ്രവചിച്ചത് 84 മുതൽ 96 വരെ. റിപ്പോർട്ടർ TV PMark അന്ന് 72 മുതൽ 79 വരെ. NDTV 84. സുദർശൻ ന്യൂസ് 81. ചുരുക്കത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു കൃത്യത അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വ്യക്തം. അന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPയോട് പിശുക്ക് കാട്ടിയെന്നാണ് BJPയുടെ നേതൃത്വം അന്ന് പ്രതികരിച്ചത്. ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രതികരണത്തിനും മുതിരുന്നില്ല. മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കാൻ പ്രവർത്തകരോടും നേതാക്കളോടും പറയുന്നു. മെയ് 4-ാം തീയതി സാധാരണ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അട്ടിമറിക്കുന്ന തലത്തിലുള്ള ഒരു ഫലപ്രഖ്യാപനമുണ്ടാകുമോ? കാത്തിരുന്ന് കാണാം. ഇനി നെഞ്ചെടുപ്പിൻ്റെ മണിക്കൂറുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.